ഹലോ സ്റ്റുഡൻസ്, ഇന്ത്യയുടെ അതിർത്തികളും ഭൂമിശാസ്ത്രവുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ കര അതിർത്തി 15,106 കിലോമീറ്റർ. ഇന്ത്യയുടെ കര അതിർത്തി 15,106 കിലോമീറ്റർ. 15,106 ഇന്ത്യയുടെ കര അതിർത്തി. അതായത് നമ്മുടെ കര അതിർത്തി. ഇപ്പൊ ഇന്ത്യ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ മൊത്തം കര അതിർത്തിയാണ് 15,106 കിലോമീറ്റർ മൊത്തത്തിലുള്ള കര അതിർത്തി. അപ്പൊ ഇത് ഓർത്തു വെക്കാൻ 15 നമുക്ക് അറിയാം. പിന്നെ 16 എഴുതുക, നടുക്കൊരു 0 ഇടുക. 15,106 ഇന്ത്യയുടെ കര അതിർത്തി. 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. പിന്നെ നമുക്ക് 2 സമുദ്ര അയൽക്കാരും കൂടി ഉണ്ട്. ആരൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപും. അപ്പം ഇന്ത്യയുടെ മൊത്തം കര അതിർത്തി 15,106 കിലോമീറ്റർ. ഇനി 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. എത്ര രാജ്യം? 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. അപ്പൊ ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഏറ്റവും വലിയ കര അതിർത്തി ഏത് രാജ്യവുമായിട്ടാണ് പങ്കിടുന്നത്? ബംഗ്ലാദേശുമായിട്ടാണ്. ഏതാണ്? ബംഗ്ലാദേശ്. ഏറ്റവും വലിയ കര അതിർത്തി ഇന്ത്യ പങ്കിടുന്നത് ആരുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും വലിയ അതിർത്തി. ഏറ്റവും വലിയ കര അതിർത്തി ഇന്ത്യ പങ്കിടുന്നത് ബംഗ്ലാദേശുമായാണ്. എത്രയാണത്? 4,096 കിലോമീറ്റർ. 4,096 കിലോമീറ്റർ. ഏറ്റവും ചെറിയ അതിർത്തി അഫ്ഗാനിസ്ഥാനുമായാണ് പങ്കിടുന്നത്. ഏറ്റവും ചെറിയ അതിർത്തി അഫ്ഗാനിസ്ഥാനുമായാണ് പങ്കിടുന്നത്. ഇപ്പൊ ഇന്ത്യ ഏറ്റവും ചെറിയ കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായാണ്. അതെത്രയാണ്? 106 കിലോമീറ്റർ. എത്രയാണ്? 106 കിലോമീറ്റർ. അപ്പൊ ഓർത്തു വെക്കുക, മൊത്തം കര അതിർത്തി എത്രയാണ്? മൊത്തം കര അതിർത്തി 15,106. 15,106 കിലോമീറ്റർ. അതില് എത്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്? 7 രാജ്യങ്ങളുമായിട്ട്. ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ആരുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. അതെത്രയാണ്? 4,096. 4,096. 4000 ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ പേര് ഒരു 96. അപ്പൊ 4,096. ഏറ്റവും ചെറിയ കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. അതെത്രയാണ്? 106. ഈ 15,106 ഇല്ലേ, അതിലെ 106 എടുത്താൽ മതി. ഏറ്റവും ചെറിയ കര അതിർത്തി ഇന്ത്യ പങ്കിടുന്നത് ആരുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതി: വടക്ക് ഹിമാലയ പർവ്വതം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ. നമുക്കറിയുന്നതാണ് വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 7 കര അതിർത്തി രാജ്യങ്ങള് നമ്മൾ പറഞ്ഞു. 7 രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ. എന്നോട് ചിത്രസഹിതം കാണിച്ചാണ്. അഫ്ഗാനിസ്ഥാൻ ഇവിടെ ഉണ്ട്, ചൈന, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്,
പാകിസ്ഥാൻ. അപ്പം ഈ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കരാതിർത്തി, നമ്മൾ ചിത്രം നോക്കി അറിയാം ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, 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 അഫ്ഗാനിസ്ഥാനായിട്ട് കുറച്ച് കരയതിർത്തിയേ വരുന്നുള്ളൂ അല്ലേ. പിന്നെ പാകിസ്ഥാൻ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏത് ഭാഗത്താണ്? അഫ്ഗാനിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് നോർത്ത്, വടക്ക്, ഇത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഏതുള്ളത്? അഫ്ഗാനിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ പടിഞ്ഞാറ് ഭാഗത്താണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ചൈന സ്ഥിതി ചെയ്യുന്നത് കിഴക്ക്, അതായത് ഈസ്റ്റ്, കിഴക്ക് വടക്കായിട്ടാണ് ചൈന സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ ഭാഗത്താണ് ചൈന സ്ഥിതി ചെയ്യുന്നത്. ഭൂട്ടാൻ കിഴക്കാണ്. നേപ്പാൾ കിഴക്ക് ഈസ്റ്റ്. ബംഗ്ലാദേശ് കിഴക്കാണ്. മ്യാൻമാർ കിഴക്കാണ്. ഓക്കെ, അപ്പം ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഓർത്തു വെക്കണം, ഈ രാജ്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഈ പ്രദേശത്തെ പറ്റി പഠിക്കുക. ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം, ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം 7516 കിലോമീറ്റർ. 7516 കിലോമീറ്റർ. അപ്പോൾ ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം 7516. കരദൈർഘ്യം എത്രയായിരുന്നു? ഇന്ത്യയുടെ ആകെ, ഓർത്തു വെക്കണം, അതിർത്തിയുടെ ദൈർഘ്യം എത്രയായിരുന്നു? കര അതിർത്തിയുടെ ദൈർഘ്യം എത്രയായിരുന്നു? 15106 കിലോമീറ്റർ. എന്നാൽ ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം 7516 കിലോമീറ്റർ. 9 സംസ്ഥാനങ്ങൾക്കാണ് തീരമുള്ളത്, കടൽ തീരമുള്ളത്. അതിലേറ്റവും നീണ്ട തീരം ഗുജറാത്തിനാണ്. ഏറ്റവും ചെറിയ തീരം ഗോവയ്ക്കാണ്. ഏറ്റവും നീണ്ട തീരം ഗുജറാത്തിനാണ്. ഏറ്റവും ചെറിയ തീരം ഗോവയ്ക്കാണ്. ദക്ഷിണേന്ത്യയിൽ മാത്രം എടുത്താൽ ഏറ്റവും നീണ്ട തീരം തമിഴ്നാടിനാണ്. അപ്പം മൊത്ത തീരപ്രദേശം 7516 കിലോമീറ്റർ ആണ്. പുതിയ കണക്ക് പ്രകാരം അതിലൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. 2023-24 കണക്ക് പ്രകാരം അത് 11,098 കിലോമീറ്ററായി വികസിച്ചിട്ടുണ്ട്. ഓർത്തു വെക്കണം, 2023 വരെ അത് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം, തീരപ്രദേശ ദൈർഘ്യം 7516 ആയിരുന്നു. പുതിയ കണക്ക് പ്രകാരം അത് 11,098 കിലോമീറ്ററായി വികസിച്ചിട്ടുണ്ട്. അതായത് 47.6% വർധനവാണ് വന്നിരിക്കുന്നത്. തീരദേശ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയുടെ തീരദേശം എന്ന് പറഞ്ഞാൽ 9 സംസ്ഥാനങ്ങൾ മാത്രമല്ല, 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൂടിയുണ്ട്. അതായത് ദാമൻ ആൻഡ് ദിയു, പുതുച്ചേരി, ലക്ഷദ്വീപുകൾ, ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അങ്ങനെ മൊത്തം 7516.6 കിലോമീറ്റർ ആണ്. പുതിയ കണക്ക് പ്രകാരം 11,098 കിലോമീറ്ററായി വികസിപ്പിച്ചിട്ടുണ്ട്. മൊത്തം തീരപ്രദേശത്തിൽ 5,422 കിലോമീറ്റർ ഭൂപ്രദേശ തീരപ്രദേശവും 2,094 കിലോമീറ്റർ ദ്വീപ് പ്രദേശങ്ങളും ഉൾപ്പെട്ടതാണ്. തീരദേശ സംസ്ഥാനങ്ങൾ നോക്കാം. തീരദേശ സംസ്ഥാനം നമ്മൾ കേരളം തൊട്ട് നോക്കിയാൽ മതി. കേരളത്തിന്റെ അടുത്തുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, അങ്ങനെ എടുക്കണം. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ. അങ്ങനെ 9 സംസ്ഥാനങ്ങളിലൂടെയാണ്, 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത്. ഇപ്പൊ കേരളം, തൊട്ടടുത്ത തമിഴ്നാട്, കർണാടക,
മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ. അങ്ങനെ 9 സംസ്ഥാനം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഗുജറാത്താണ് ഏറ്റവും ദൈർഘ്യമേറിയ കടൽ തീരം. അത് എത്രയാണെന്ന് ഓർത്ത് വെക്കണം. 2340 കിലോമീറ്റർ. 2340 കിലോമീറ്റർ. ഇപ്പൊ 2 പ്രധാന ഉൾക്കടലുകൾ ഉണ്ട് ഗുജറാത്തില്. ഒന്ന് കച്ച് ഉൾക്കടലും 2 ഗംബത്ത് ഉൾക്കടലും. അതുകൊണ്ടാണ് ഗുജറാത്തിന് ഇത്രയേറെ കടൽ തീരം ഉള്ളത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ 4 ദിശകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഇന്ദിരാകോൺ, ഏറ്റവും തെക്ക് ഇന്ദിരാ പോയിന്റ്, ഏറ്റവും കിഴക്ക് കിബിത്തു അരുണാചൽ പ്രദേശ്, ഏറ്റവും പടിഞ്ഞാറ് ഗുഹാർ മോട്ടി ഗുജറാത്തി. ഏറ്റവും വടക്ക് ഏതാണ്? ഇന്ദിരാകോൺ, ഏറ്റവും തെക്ക് ഇന്ദിരാ പോയിന്റ്, ഏറ്റവും കിഴക്ക് അരുണാചൽ പ്രദേശിലെ കിബിത്തു, ഏറ്റവും കിഴക്ക് ഗുജറാത്തിലെ ഗുഹാർ മോട്ടി. രണ്ടും ഗാ തന്നെ തുടങ്ങുന്ന ഗുഹാർ മോട്ടി. അപ്പൊ ഇന്ദിരാകോൺ നമുക്കറിയാം, ഭൂമിശാസ്ത്രപരമായ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പോയിന്റാണ് ഇന്ദിരാകോൺ. ലഡാക്കിലെ കാരക്കോറം പർവ്വതനിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ ഗ്ലേസിയറിന് അടുത്താണ് ഇന്ദിരാകോൺ. ഇന്ദിരാഗാന്ധിയുടെ പേരുമായിട്ട് ഒരു ബന്ധവുമില്ല. 1912 ബുള്ളറ്റ് വർക്കർമാർ എന്ന സഞ്ചാരിയാണ് ഇതിന് പേരിട്ടത്. 1912 ബുള്ളറ്റ് വർക്ക്മാൻ എന്ന സഞ്ചാരിയാണ് ഇതിന് പേരിട്ടത്. ലക്ഷ്മി ദേവിയുടെ മറ്റൊരു നാമമായ ഇന്ദിര എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്തത് ഏറ്റവും തെക്കേയറ്റത്തുള്ള ഇന്ദിരാ പോയിന്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പഴയ പേര് പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പാഴ്സൺ പോയിന്റ് എന്നായിരുന്നു. 1984 അന്തരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സ്മരണാർത്ഥം 1985 ഇതിന് ഈ പേര് നൽകിയത്. ഇന്ദിരാ പോയിന്റിന് പേര് നൽകിയത് ഇന്ദിരാ പോയിന്റ് എന്ന പേര് മാറ്റിയത് 1985 പഴയ പേര് പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പാഴ്സൺസ് പോയിന്റ് എന്നാണ്. ഇനി കിബത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ അക്ഞാവ് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. ഇവിടെ സൈനിക സർക്കിൾ ആസ്ഥാനമാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള ജനവാസ കേന്ദ്രമാണ് കിബിത്തു. അപ്പൊ കിബിത്തുവിന്റെ സവിശേഷതകൾ എന്താന്ന് വെച്ചാൽ, ഈ ഗ്രാമത്തിന് തൊട്ടു വടക്ക് ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ലോഹിത് നദിയുടെ വലത് കരയിൽ നിന്നും 4700 അടി ഉയരത്തിലാണ് കിബിത്തു സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അതിർത്തി സ്ഥാനമാണ്. ഇന്ത്യ ചൈന മ്യാൻമാർ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ കൂടിച്ചേരുന്ന ട്രൈ ജംഗ്ഷൻ അടുത്താണ് കിബത്തു സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ കൂടിച്ചേരുന്ന ട്രൈ ജംഗ്ഷനടുത്താണ് കിബിത്തു സ്ഥിതി ചെയ്യുന്നത്. അത് ഒരു യഥാർത്ഥ നിയന്ത്രണ രേഖയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലെ ഒരു പ്രധാന യുദ്ധക്കളമായിരുന്നു കിബിത്തു. കിബിത്തുവിലെ വാലോങ് യുദ്ധത്തിന് പേര് കേട്ട സ്ഥലമാണ്. ഗുഹാർമോത്തി ഗുജറാത്ത് കച്ച് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റമാണ് ഗുഹാർമോത്തി. കച്ചിലെ ലഖ്പത് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്ക സമുദ്ര അതിർത്തിയായ സർക്രീക്കിന് വളരെ അടുത്താണ് ഈ ഗ്രാമം. അപ്പൊ 16 ഇന്ത്യൻ സംസ്ഥാനങ്ങള് അന്താരാഷ്ട്ര കര അതിർത്തി പങ്കിടുന്നുണ്ട്. അന്താരാഷ്ട്ര കര അതിർത്തി പങ്കിടുന്ന 16 ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. എത്രയുണ്ട്? 16. ഏറ്റവും നീണ്ട അന്താരാഷ്ട്ര അതിർത്തി പശ്ചിമ ബംഗാളും ഏറ്റവും ചെറിയ അന്താരാഷ്ട്ര അതിർത്തി നാഗാലാൻഡുമാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം
പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിന് ഏകദേശം 2500 കിലോമീറ്ററിലധികം അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശുമായിട്ടാണ് പശ്ചിമ ബംഗാൾ അതിർത്തി പങ്കിടുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ് ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ഏകദേശം 2200 ആകെ മൊത്തം അതിർത്തി 2500 കിലോമീറ്റർ ആണെങ്കിൽ 2217 കിലോമീറ്ററും പങ്കിടുന്നത് പശ്ചിമ ബംഗാളുമായിട്ടാണ്. ഓർത്ത് വെക്കണം, ബംഗ്ലാദേശുമായിട്ടാണ്. ഓർത്ത് വെക്കണം, രണ്ടും ബംഗ്ല ആയതുകൊണ്ട് മാറിപ്പോയത്. പശ്ചിമ ബംഗാളാണ് ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ആരുമായിട്ടാണ് കരാതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശുമായിട്ടാണ് കരാതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം അപ്പൊ ഏതായിരിക്കും? ബംഗ്ലാദേശ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. രണ്ടാം സ്ഥാനത്ത് രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. രണ്ടാം സ്ഥാനത്ത് രാജസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശ്. 8 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കുറവ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം നാഗാലാൻഡ്. ഏകദേശം 215 കിലോമീറ്റർ ആണ് നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്നത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കുറവ് നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നത് 215 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ ഒരു പ്രത്യേക രാജ്യവുമായി മാത്രം എടുത്താൽ പശ്ചിമ ബംഗാളിന് നേപ്പാളുമായിട്ടുള്ള അതിർത്തി 96 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ പശ്ചിമ ബംഗാൾ മറ്റു രാജ്യങ്ങളുമായി വലിയ അതിർത്തി ഉള്ളതിനാൽ ആകെ അതിർത്തിയുടെ കാര്യത്തിൽ നാഗാലാൻഡ് ആണ് ഏറ്റവും പിന്നിൽ. അതായത് പശ്ചിമ ബംഗാളിന് മറ്റു രാജ്യങ്ങളുമായി അതിർത്തി ഉള്ളതുകൊണ്ട് ആകെ അതിർത്തിയുടെ കാര്യത്തിൽ നാഗാലാൻഡ് ആണ് ഏറ്റവും പിന്നിൽ. 16 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അന്താരാഷ്ട്ര കരാതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും നീളമേറിയ അന്താരാഷ്ട്ര അതിർത്തി പശ്ചിമ ബംഗാൾ, ഏറ്റവും ചെറിയ അന്താരാഷ്ട്ര അതിർത്തി നാഗാലാൻഡ്, ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ഉത്തർപ്രദേശാണ്. ഇനി നമുക്ക് സമുദ്ര അയൽക്കാരെ നോക്കാം. സമുദ്ര അയൽക്കാരാണ് ശ്രീലങ്കയും മാലദ്വീപും. ഇന്ത്യക്ക് 2 സമുദ്ര അയൽക്കാരാണുള്ളത്, ശ്രീലങ്കയും മാലദ്വീപും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പിയർ ആകൃതിയിലുള്ള ദ്വീപ് രാജ്യമാണ് ശ്രീലങ്ക. അത് ഒരു പിയർ എന്ന് വെച്ചാല് നമ്മുടെ ടിയർ ആണ് വരേണ്ടത്. പിയർ എഴുതി പോയതാണ്. ടിയർ കണ്ണുനീർത്തുള്ളി അല്ലെ? അപ്പോൾ കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഒരു ദ്വീപ് രാജ്യമാണ് ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഏറ്റവും അടുത്ത സ്ഥലം ഇന്ത്യയിലെ ധനുഷ്കോടിയും ശ്രീലങ്കയിലെ തലൈ മന്നാറിലും ഇടയിൽ ഏകദേശം ഒരു 18 നോട്ടിക്കൽ മൈൽ, അതായത് 30-33 കിലോമീറ്റർ മാത്രമേ ഇന്ത്യ ശ്രീലങ്കയും തമ്മിൽ വ്യത്യാസം വരുന്നുള്ളൂ. അതായത് ഇന്ത്യയിലെ ധനുഷ്കോടിയും ശ്രീലങ്കയിലെ തലൈ മന്നാറിനും ഇടയിൽ ഏകദേശം ഒരു 18 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് ഉള്ളത്. അപ്പം നമ്മുടെ സമുദ്രാതിർത്തിയില് ശ്രീലങ്ക ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഇക്കോണമിക് സോണിൽ 200 നോട്ടിക്കൽ മൈലിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ഔദ്യോഗിക ഭൂപടത്തിൽ എപ്പോഴും ഇന്ത്യയുടെ ഒപ്പം തന്നെ ശ്രീലങ്ക ഉണ്ടായിരിക്കും. അപ്പം ഇന്ത്യയും ശ്രീലങ്കയ്ക്കിടയിൽ നമ്മുടെ ഇന്ത്യയുടെ ധനുഷ്കോടിയും ശ്രീലങ്കയിലെ തലൈമന്നാറിനും ഇടയിൽ ഏകദേശം 18 നോട്ടിക്കൽ മൈൽ ദൂരമേ ഉള്ളൂ. അതായത് 30-33 കിലോമീറ്റർ. വളരെ അടുത്തായതുകൊണ്ട് ശ്രീലങ്ക ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഇക്കോണമിക് സോണിൽ വരുന്നത് കൊണ്ട് നമ്മുടെ ഔദ്യോഗിക ഭൂപടത്തിൽ ശ്രീലങ്ക എപ്പോഴും ഇന്ത്യയുടെ കൂടെ തന്നെ കാണാറുണ്ട്. മാലദ്വീപാണ്. മാലദ്വീപിന്റെ പ്രധാന വരുമാനം ടൂറിസമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലദ്വീപ്. മത്സ്യബന്ധനമാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സമുദ്ര അയൽ രാജ്യങ്ങളിൽ ഒന്നാണിത്. ലക്ഷദ്വീപിന് തൊട്ടു താഴെയാണ് ഇതിന്റെ സ്ഥാനം. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ
ഒന്ന് നോക്കാം. ആകെ കര അതിർത്തി 15,106 കിലോമീറ്റർ, തീരദേശം 7,516 കിലോമീറ്റർ, 7 രാജ്യങ്ങളുമായി കരാതിർത്തിയും 9 സംസ്ഥാനങ്ങളുമായി 9 സംസ്ഥാനങ്ങളിൽ കടൽ തീരവുമുണ്ട്. 4 ദിശകൾ ഇന്ദിരാക്കോൾ, കന്യാകുമാരിയിൽ ഇന്ദിരാ പോയിന്റ്, കിബിത്തു, ബുഹാർമോട്ടി. 16 സംസ്ഥാനങ്ങൾ അന്താരാഷ്ട്ര കര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഈ വീഡിയോന്റെ ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ വീഡിയോന്റെ ക്വസ്റ്റ്യൻ വേണ്ടവര് ചാനൽ ഫോളോ ചെയ്യുക. ഈ ടോപ്പിക് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടേണ്ടവര് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.